മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനിലൊന്നായ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തിക്ക് മുൻപ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കാനാണ് നിർദ്ദേശം. നവീകരണം പൂർത്തിയാകുന്നതോടെ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്ക് സ്ഥലപരിമിതികളോ വാഹന പാർക്കിംഗ് പ്രശ്നങ്ങളോ അനുഭവിക്കേണ്ടി വരില്ല. റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നതിനായി അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12.94 കോടിയുടെ പദ്ധതിയാണ് സ്റ്റേഷനിൽ പ്രാവർത്തികമാക്കുന്നത്. കൂടുതൽ വിശാലമായ സ്ഥല സൗകര്യങ്ങളോടുകൂടിയുള്ള കവാടത്തിൽ വാഹനങ്ങൾക്ക് പ്രത്യേക ട്രാക്ക് സൗകര്യം ഉണ്ട്. രാത്രിയിൽ വൈദ്യുതി ലൈറ്റുകളാൽ മനോഹരമാക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെ വാഹനം നിർത്തിയിടാൻ 5000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള പാർക്കിംഗ് സൗകര്യമാണ് റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷന്റെ മുൻവശത്ത് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പൂന്തോട്ടങ്ങളും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഉണ്ട്. രാത്രിയിൽ വെളിച്ചത്തിനായി റെയിൽവേ കവാടത്തിന് മുന്നിൽ ഉയരവിളക്കും സ്ഥാപിച്ചിട്ടുണ്ട്. അഴുക്കുചാൽ, സംരക്ഷണ ഭിത്തി, ലിങ്ക് റോഡ് നിർമ്മാണം എന്നിവ പൂർത്തീകരിച്ചു കഴിഞ്ഞു. മുൻവശത്തെ കെട്ടിട നിർമ്മാണം, 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ശീതീകരിച്ച വിശ്രമ കേന്ദ്രം എന്നിവ കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ പൂർത്തീകരിച്ചു. പ്ലാറ്റ്ഫോം വീതി കൂട്ടി നവീകരിക്കൽ, 7 പ്ലാറ്റ്ഫോമുകൾക്കായി 4 ലിഫ്റ്റുകൾ, പുതിയ നടപ്പാത എന്നിവയുടെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഷൊർണൂരിന് പുറമെ പൊള്ളാച്ചി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും കാസർഗോഡ് ഫറോക്ക് സ്റ്റേഷനുകളും ഒന്നിച്ചാണ് ഉദ്ഘാടനം നിർവഹിക്കുക. നവീകരിച്ച ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടന തീയതി തീരുമാനിച്ചിട്ടില്ലെങ്കിലും ഒക്ടോബർ 2-ന് മുമ്പ് അവശേഷിക്കുന്ന പണികൾ വേഗത്തിൽ തീർക്കാൻ ഒരുങ്ങുകയാണ് റെയിൽവേ. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ പഴയ കെട്ടിടങ്ങൾ പൊളിക്കൽ, റെയിൽവേ കവാടത്തിന് മുമ്പുള്ള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള സ്ഥലം റെയിൽവേ ഏറ്റെടുക്കും. ഇവിടെ റെയിൽവേയുടെ വിവിധ സ്റ്റാളുകൾ ഇടാനാണ് തീരുമാനം. പഴയ RMS ഓഫീസ് ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിക്കുന്നുണ്ട്. വിവിധ ഓഫീസുകൾ ഇതോടെ ഒറ്റ കെട്ടിടത്തിലാകും. ന്യൂസ് ഡെസ്ക്, CCV.